കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം, ഒരു പകൽക്കാലം കൂടി കാണുവാൻ, ഈ ആയുസിന്റെ ഈ ഒരു ദിവസത്തിലായിരിക്കാനും ദൈവം നമുക്ക് ചെയ്ത കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. സംഭവബഹുലമായ ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോൾ അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും കേൾവിയിലും കാഴ്ചയിലൊക്കെയും വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതി പാടുവാൻ ഒരു പ്രഭാതം കൂടി ദാനം ചെയ്ത വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മള് മന്നയുടെ വിഷയമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ അത്യന്തമായ ഒരു ദൈവ പൈതലിന്റെ അത്യന്തമായ ലക്ഷ്യമെന്ന് പറയുന്നത് താഴ്ചയിലിരുന്ന കഷ്ടത്തിലിരുന്ന എന്നെ വിടുവിച്ച ദൈവത്തിലേക്ക് അതേ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്യും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ആത്മനേട്ടം. മറ്റു ആത്മാക്കളോടെ കർത്താവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുക. അതിനുവേണ്ടി ത്യാഗ മനോഭാവത്തോടു കൂടി ദൈവത്തിന്റെ വേലയിൽ ഉറ്റിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യവും. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ വചനവും തന്ന് സഹായിക്കുന്നു. ഈ പ്രഭാതത്തിൽ മന്നയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചന ഭാഗമെന്ന് പറയുന്നത് ഫിലിപ്പിയർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളെ ആധാരമാക്കി തന്റെ ഒരു അനുഭവവുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ് ഫിലിപ്പിയ ലേഖനം. അദ്ദേഹം ജയിലിൽ കഴിയുമ്പോൾ എഴുതിയതായ വചനമാണ് ഫിലിപ്പിയ ലേഖനം. ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം അദ്ദേഹം തന്റെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വായിക്കാം. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന്റെ ഈ വചനം അദ്ദേഹം നമുക്ക് അറിയിക്കുമ്പോൾ അദ്ദേഹം റോമയുടെ ജയിലറകളിലായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിങ്ങള് എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയിരിക്കുന്നല്ലോ. അതിന്റെ സന്തോഷമാണ്. അദ്ദേഹം അവിടെ എന്ത് കഴിക്കുന്നു, അദ്ദേഹത്തിന് എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം ആലോചിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സഭയോടെ അദ്ദേഹം പറയാണ്, എന്നെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ താഴ്ചയിലിരിപ്പാൻ അതല്ലെങ്കിൽ ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന ഒരു സന്ദേശം ഫിലിപ്പിയ സഭയ്ക്ക് ദൈവത്തിന്റെ ദാസൻ നൽകിയാണ്. ഒരു ദൈവ പൈതലിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തൃപ്തരായിരിക്കുക എന്നുള്ളതാണ്. തൃപ്തിയില്ലായ്മയാണ് ഈ ലോകത്തിന്റെ സകല നാശത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ട ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഈ ഒരു അനുഭവം, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തരായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ശക്തനാക്കുന്നവനിൽ പൂർണ്ണാശ്രയം വെച്ചിരുന്നത് കൊണ്ടാണ് അത് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് 13-ാം വാക്യത്തില്. അപ്പോഴ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുടെ പ്രയത്നങ്ങളെ വികലമാക്കുവാൻ എല്ലാ കാലത്തും സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടില് വിപരീത ഉപദേശങ്ങളാൽ ദൈവവേലയെ തടസ്സപ്പെടുത്തിയിരുന്ന വളരെ ശക്തരായ ദുരാത്മാക്കൾ നിറഞ്ഞതായ ദൈവവേലക്കാരുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസിന്റെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അവരുടെ സ്വാധീനം മൂലം അനേകരെന്ത് ചെയ്തു? കുടുംബം ഉപേക്ഷിച്ചവര്, കുഞ്ഞുങ്ങളെ നോക്കാത്തവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാല് എന്താണ് അവർ പഠിപ്പിക്കുന്നത്? യഥാർത്ഥ വിശുദ്ധി നേടണമെങ്കിൽ ഈ ലൗകിക ചിന്തകളെല്ലാം ഉപേക്ഷിക്കണം. എല്ലാ മനസ്സും അധ്വാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ അതിലായിപ്പോയി ശ്രദ്ധ. അതുകൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ദൈവത്തിന്റെ വേലയിൽ കൂട്ടിക്കലർത്തി അവരെ വേറൊരു തലത്തിൽ ഒരു തീവ്രവാദത്തിന്റെ ഒരു വിപരീത ഉപദേശം പഠിപ്പിച്ച് വേറൊരു ചിന്തയിലേക്ക് നടത്തിയിരുന്ന ദുരുപദേശാക്കന്മാർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ വേല ചെയ്യുന്നത് പോലും പാവമാണെന്ന് അവർ പഠിപ്പിച്ചു. ഈ ലോകത്തില് വേല ചെയ്യുന്നത് പാവമാണ്, ദൈവവേലക്കാർ വേറെ വേലയ്ക്ക് ഒന്നിനും പോകരുത് എന്ന് പഠിപ്പിക്കേണ്ട. വേറെ വേലക്കെന്ന് പറയുന്നത് അവനവന്റെ ഉപജീവനത്തിന് വേണ്ടി
അവനവനെ അധ്വാനിക്കുവാൻ പൗലോസ് പല സ്ഥലത്തും വേല ചെയ്യുന്നതിനെ കുറിച്ച് പറയണ്ടായി. വേല ചെയ്യാത്തവൻ തിന്നരുത് എന്ന് അദ്ദേഹം പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് ഭൗതിക കുടുംബങ്ങളെയോ ഭൗതിക ക്ഷേമത്തിന് വേണ്ടിയുള്ളതായ ചിന്തകളോ അരുതെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഭൗതിക ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പം നമ്മളുടെ കുടുംബം, കുഞ്ഞുങ്ങള്, അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടപ്പാടുകളും നമ്മളെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകളുമാണ്. അത് ചെയ്യരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കുടുംബം നന്നായി പുലർത്തുന്നവനാണ് യഥാർത്ഥ ദൈവവേലക്കാരൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കൊരിന്ത്യ സഭ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രയാസം ഉണ്ടായി. അവിടെ അദ്ദേഹം കൂടാരപ്പണി ചെയ്ത് അവരെ കാണിച്ചു കൊടുത്താണ് അവരുടെ ഇടയിൽ ദൈവവേല ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ കൊരിന്ത്യ സഭയിൽ വ്യാപാരികളുണ്ടായിരുന്നു, ദ്വീപുവാസികളുണ്ടായിരുന്നു. ദ്വീപിലൊക്കെ പോയി അവർ വേല ചെയ്ത് അന്യായമായിട്ട് പണം സമ്പാദിക്കുന്നവരും ഉണ്ടായിരുന്നു. അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മുടെ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ളതല്ല ഒരു ദൈവ പൈതലിന് ആവശ്യം ആയിരിക്കുന്നത്. നീതിയായ വഴിയില്, ന്യായമായ വഴിയില് തൃപ്തിയോടെ ജീവിക്കുവാൻ ആവശ്യമായ ദൈവം തന്നിരിക്കുന്ന അവസ്ഥകളെ മാനിച്ചുകൊണ്ട് നമ്മുടെ ദൈവവേല ചെയ്യുവാൻ ആഹ്വാനം തരികയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തില് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ട തൃപ്തിയാണ്. അത് താഴ്ച വന്നാലും ഉയർച്ച വന്നാലും സമ്പത്ത് വന്നാലും സമ്പത്തില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും എപ്പോഴും നമ്മള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അനുഭവം പ്രാപിക്കണം. ഈ ഇസ്രായേൽ മക്കളുടെ പ്രയാണകാലത്ത് തൃപ്തിയില്ലായ്മ ഒരു പാവമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഖ്യാപുസ്തകത്തിൽ. അവർക്ക് തൃപ്തിയില്ലാത്തൊരു ജീവിതമായിരുന്നു. എപ്പോഴും തൃപ്തിയില്ലായ്മയിൽ നിന്ന് വരുന്നത് പിറുപിറുപ്പാണ്. അവർക്ക് പിറുപിറുപ്പിന്റെ ഒരു അനുഭവം ഉണ്ടാകും. ഒരു ഒരു ദൈവ കുഞ്ഞിന് ഒരിക്കലും പിറുപിറുപ്പിന്റെ അനുഭവം പാടില്ല. തൃപ്തിയായിട്ടിരിക്കുവാൻ ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. കാരണം ശക്തനാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അവസ്ഥകളെയും പരിപോഷിപ്പിച്ച് ജീവിപ്പാൻ, അല്ലെ ഏതവസ്ഥയിലും പരിപോഷണപ്പെട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഇല്ല എന്ന് പറയുന്നവര്, എത്ര കിട്ടിയാലും ഇല്ല എന്ന് ചിന്തിക്കുന്നവര്, അവർക്ക് ഒരിക്കലും തൃപ്തി കിട്ടുവാൻ സാധ്യമല്ല. പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഒരു ദൈവകുഞ്ഞിന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ വരുവാൻ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും തൃപ്തനായിരിക്കാനും ഒക്കെ ദൈവം എന്നെ ശീലിപ്പിച്ചിരിക്കുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നും കൂടി നമ്മൾ പഠിക്കണം. വളരെ പാണ്ഡിത്യം നിറഞ്ഞതായ ഒരു വ്യക്തി, വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി, വളരെ വിദ്യാഭ്യാസമുള്ളതായ ഒരു വ്യക്തി, ക്രിസ്തു നിമിത്തം എല്ലാം ചെയ്യണമെന്ന് എണ്ണിക്കൊണ്ട് ദൈവവേലയുടെ ഭാഗമായി തീരുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ, യൂറോപ്പിനെ കീഴ്മേൽ മറിക്കുവാൻ അദ്ദേഹത്തെ ശക്തനാക്കിയ ദൈവത്തിന്റെ കരങ്ങളിൽ തൃപ്തിയോടെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അദ്ദേഹത്തെ വിട്ടുകൊടുത്തപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ഈ കാലങ്ങളില് ഒരു വലിയ പാഞ്ഞോട്ടത്തിന്റെ കാലങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ പാഞ്ഞോട്ടത്തിന്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വചനങ്ങള് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറച്ച് കിടന്നുകൊണ്ട് ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തൃപ്തിയായിട്ടിരിക്കുന്ന ഒരു അനുഭവം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ ഊറ്റിരിപ്പാൻ, നമ്മുടെ കടമകളും കടപ്പാടുകളും വിസ്മരിക്കാതെ ചെയ്യുവാൻ, ഈ ഭൗതിക ലോകത്ത് നാം മനുഷ്യർക്ക് ചെയ്യേണ്ടത് ദൈവത്തിന് ചെയ്യേണ്ടതും മനുഷ്യർക്ക് ചെയ്യേണ്ടതിലൂടെയാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതെല്ലാം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തൃപ്തിയോടെ ആയിരുന്നാൽ മാത്രമേ ആത്മനേട്ടത്തിൽ നാം വ്യാപൃതരായി തീരുവാൻ തക്കവണ്ണം സാധ്യമുള്ളൂ. ആത്മനേട്ടങ്ങളെ ഒരിക്കലും നമ്മുടെ നേട്ടങ്ങൾ കൊണ്ട് കൊട്ടിക്കളയുവാൻ പാടില്ല. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തില് ഈ വചനം നമുക്ക് അനുഗ്രഹമാക്കി തരുവാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, ഈ കാലഘട്ടം വളരെ ദുഷ്കാലഘട്ടമായതുകൊണ്ട് അവിടുന്ന് വരുന്ന ഈ വിലയേറിയ വചനങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ പര്യാപ്തമായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗ്രഹത്തിലിരിക്കുമ്പോഴും തൃപ്തനായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന തന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഈ പ്രഭാതകാലത്തിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് മതിയായവനായി കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലും തൃപ്തിയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ, അങ്ങനെ ക്രിസ്തീയ വേല മറ്റുള്ളവരുടെ ഇടയിൽ ഞങ്ങളൊരു സാക്ഷ്യമായി തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. കഷ്ടവും രോഗവും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തില് ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ അവരെ ഉദ്ധരിക്കുവാൻ, ദൈവത്തിന്റെ വേലയിൽ ഉറ്റിരിപ്പാൻ, തൃപ്തിയോടെ കർത്താവിനെ സേവിക്കുവാൻ, അടിയങ്ങളെ പിറുപിറുപ്പ് കൂടാതെ അങ്ങയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.